അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വ റസൂലിക നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വ അലാ ആലിഹി വ സ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് വ തൻഫരിജു ബിഹിൽ ഖുറബ് വതുഖുളാ ബിഹിൽ ഹവായിജു വതുനാൽ ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. സല്ലല്ലാഹു അലൈഹി സല്ലമല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദിൻ നൂറുല്ലാഹി അലൈഹി. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ രാവിലെ മിഅ്റാജിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് മിഅ്റാജ് സംഭവിച്ചത്. ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്ന അന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു, പിന്നെ പുതപ്പിനുള്ളിലായിരുന്നു. പുതപ്പിനുള്ളിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ശരീരം കൊണ്ടുപോയി. ശരീരം അവിടെ ഇട്ടിട്ട് പോയി. മുറാക്കബയിലാണ് അദ്ദേഹം. സദാസമയത്തും അള്ളാഹുവിൻ്റെ ആ ഓർമ്മയിലായിരുന്നു. അങ്ങനെ അദ്ദേഹം പുതപ്പിനടുപ്പ് കിതാബിൽ വ്യക്തമായിട്ട് പറയേണ്ടത് പുതപ്പിൻ്റെ ചൂടാറിയിട്ടില്ല, പുതപ്പിലുള്ള ചൂടാറിയിട്ടില്ല എന്നുള്ളതാണ്. പോയി വരുമ്പോൾ അത്രക്കും ഫാസ്റ്റായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പോയി വന്നിട്ടുണ്ട്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ അദ്ദേഹത്തിന് പോകുകയും അവിടുന്ന് ബുറാക്ക് എന്നുള്ള വാഹനത്തിൻ്റെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മുനാജാത്തിനും അള്ളാഹുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതായിട്ടാണ് ഇസ്രാ മിഅ്റാജിൻ്റെ സംഗതി നമ്മളോട് ആ വിവരണം കിതാബിലൂടെ നമ്മളോട് പറയുന്നത്. ഖുദ്സിയ ഹദീസുകളിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞതായിട്ട് ഖുർആനിക വചനം തന്നെയാണത്. ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആനിക വചനം തന്നെയാണത് ശരിക്കും. അങ്ങനെയാണ് അതങ്ങനെ ബോധ്യപ്പെടും. അങ്ങനെ അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴിയാണ് വഹി വരുന്ന സമയത്താണ് ഖുദ്സിയ ഹദീസുകളൊക്കെ ജിബ്രീലിൻ്റെ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹായത്തോടു കൂടിയാണ് ഖുദ്സിയ ഹദീസുകളൊക്കെ സംഗതികൾ അങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിൽ പറയണത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ മുന്നിൽ വെച്ചിട്ട് സംസാരിച്ചു. ഭൂമിയെ ഉള്ളൻ കയ്യിൽ വെച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഉള്ളൻ കയ്യിൽ എൻ കയ്യിൽ ഭൂമി ഉരുണ്ട പോലെ എന്നാ പറഞ്ഞ മൊയ്തീൻ ഷേഖ് തങ്ങളുടെ കയ്യിൽ ഭൂമി വെച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ ഭൂമി കയ്യിൽ വെച്ച് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ഗോലി പോലെയായിരുന്നു ആ ഉള്ളം കയ്യിൽ ഭൂമി വെച്ചു കൊടുത്തത് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കയ്യിൽ ഭൂമിയെ വെച്ചു കൊടുക്കല്ല, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും വിശദ വിവരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും വരായികൾ ഭാവി ഭൂത വർത്തമാന കാലങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഇസ്രാ മിഅ്റാജിൻ്റെ രാവിലെ അറിയിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു വ റസൂലുഹു അലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അള്ളാഹുവിനും റസൂലിനും അറിയാം. അള്ളാഹു മുന്നിൽ വെച്ചിട്ട് ആണ് കാണിച്ചു കൊടുത്തു. അത്രക്ക് യക്കീനാണ് നമുക്കൊക്കെ ഈ വിഷയങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ചൈതന്യം നമ്മളെ ഇവിടെ പിന്നെ ആളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, താക്കത്ത്. അപ്പോൾ ഓരോരോ ഭൂമിക്ക് മുകളിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ അത് കാലാകാലങ്ങളിലായിട്ട് ഭൂമിക്ക് വരദാനമായിട്ട് വാങ്ങിക്കൊടുക്കണതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് റസൂലുള്ളാഹി മുഖേന. അപ്പോൾ പിന്നെ നമ്മൾ ഇടയാളനായിട്ടുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇടയിലുള്ള ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാൻ കാരണം അതാണ്. അപ്പോൾ ഒരു ഇടയാളൻ്റെ ആവശ്യം അത്യാവശ്യമാണ്. നേരിട്ട് നമ്മൾ റബ്ബിനെ വിളിച്ചു കഴിഞ്ഞാൽ റബ്ബ് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് കബൂൽ ചെയ്യില്ല, നമ്മളെ കാര്യങ്ങൾ നടത്തി തരും. അപ്പോൾ നമ്മൾ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും, സാമ്പത്തിക ചുവട് നന്നാവും, ഭദ്രമാവും. പക്ഷേ ഉഖ്റബിയായിട്ടുള്ള ഈമാനികമായിട്ടുള്ള ചൈതന്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയിലൊരാൾ ആവശ്യമാണ്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവലംബിക്കുമ്പോൾ താബീങ്ങളായ ആളുകളെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് പറഞ്ഞത്.
അപ്പോൾ അതാണ്. അപ്പോൾ ഇസ്രാ മിഅ്റാജിൻ്റെ രാവിലെ അങ്ങനെ സംഭവിച്ചു. അത് കോടാനക്കോടി കിലോമീറ്ററുകൾ, 7 ആകാശം 7 ഭൂമി കഴിഞ്ഞു കടന്നിട്ടാണ് അർഷിലേക്ക് അദ്ദേഹം എത്തിയത്. അർഷിലേക്ക് അദ്ദേഹം എത്തിയിട്ട് അർഷിൽ ഇരുന്നിട്ട് അള്ളാഹു എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും, ഭൂമിയുടെ വരും വരായികൾ, എല്ലാ ഭാവിഭൂത വർത്തമാനങ്ങൾ, കഴിഞ്ഞു പോയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലും അത് കഴിഞ്ഞിട്ട് ശേഷം അവസാനത്തെ വലിയ ഭൂമി ഭരിക്കുന്നതായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഇപ്പോൾ ഒരു ദജ്ജാലിൻ്റെ ഫിത്നയെ പറ്റി കിതാബിൽ നോക്കുകയാണെങ്കിൽ കിതാബിൽ പറയേണ്ടത്, ദജ്ജാലിൻ്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ ദജ്ജാലിൻ്റെ ഒരു ചെവി ഒരു വിമാനത്തിൻ്റെ ചിറകിനെ പറയുന്നുണ്ട്, ബൈക്കിനെ കാണിച്ചു തരുന്നുണ്ട്. കിതാബിലൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ. അപ്പോൾ ദജ്ജാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനും ചീറിപ്പായുന്ന കഴുതകളെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിതാബിൽ പറയുന്നുണ്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ. ഉറുദു കിതാബുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഉറുദു കിതാബിലൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഗൂഗിളിൽ കിട്ടും. അതൊക്കെ അടിച്ചിട്ട് ആ കാര്യങ്ങൾ, ഇപ്പോൾ ഖിയാമത്ത് അലാമത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചത് എങ്ങനെയാണ്. പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നുണ്ട്. തൗബൻ്റെ ബാതിൽ അടഞ്ഞു എന്ന് പറയുന്നുണ്ട്. കിതാബിൽ നിന്ന് ഖുർആനികമായിട്ടുള്ള ഖുർആനിൻ്റെ ചൈതന്യം, അത് ആ ഖുർആനികമായിട്ടുള്ള ആന്തരിക അർത്ഥങ്ങൾ, അത് ഖുർആനികമായിട്ടുള്ള അർത്ഥങ്ങൾ പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് ഓതി ഇങ്ങനെ ഇരിക്കുക നമ്മൾ. അതിൻ്റെ ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടിട്ട് അതെന്താണ് ആ പറയുന്നത് അത് നമ്മളെ റൂഹിലേക്ക് കയറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവ അവൻ, അള്ളാഹു ഹുവല്ലാഹു അഹദ്. ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന വിഷയം നമ്മൾ റൂഹിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ആ ഖുർആനിക വചനമായി തീരുകയല്ല ചെയ്യുന്നത്. നമ്മൾ ശരിക്ക് അത് ഓതിയാണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് അള്ളാഹ് അതാണ് എന്നും പറഞ്ഞാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമില്ല നമുക്ക്. അത് നമ്മളെ റൂഹിലേക്ക് കയറ്റിയിട്ട് നമ്മളതായി മാറണം. അല്ലാത്തടത്തോളം കാലം നമ്മൾ ചൊല്ലി ഇരിക്കുന്നതിന് അർത്ഥമില്ല. ഒരുപാട് ആളുകൾക്ക് ഈ കാര്യങ്ങൾ ഇതിൻ്റെ പൊരുളറിയാം. ഇത് പൊരുളറിയാതെ ഇങ്ങനെ ലൈക്കും കമൻറ്റും മറ്റുള്ള സംഗതികളും വിട്ടിട്ട് പ്രത്യേകിച്ച് നേട്ടമല്ല നമുക്ക്. നമ്മളെ മനസ്സിലാക്കണില്ല. നമ്മളിലാണ് നമ്മളെ നാഥന് അള്ളാഹു കുടിയിരിക്കുന്നത്. നമ്മളിലുള്ള നാഥനെ അത് പുറത്തേക്കെടുത്ത് കാണിക്കാൻ കഴിയണം. ഞാൻ പല വീഡിയോകളിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന മാതിരി മറ്റുള്ളവർക്ക് പറയാൻ കഴിയൂല. കാരണം അള്ളാഹിനെ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾക്ക് അവരുമായി സഹവസിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ പേഴ്സണൽ വിഷയമാണ്, പ്രൈവസിയാണ്. അതിൽ നമ്മൾ കൈകടത്തുന്നില്ല. പക്ഷേ അള്ളാഹുവിനെ അറിഞ്ഞ ആളുകളുമായിട്ട് സഹവസിക്കണം. അതാണ് താബീയങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അറിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വയം അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന് പറയുന്നത് പോലെ, മൻ അറഫ നഫ്സഹു എന്ന് പറഞ്ഞാൽ ആരൊരുവൻ അറിഞ്ഞാൽ നഫ്സിനെ, അവനവൻ്റെ റബ്ബിനെ അറിഞ്ഞു എന്നാ അറഫ റബ്ബഹു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൻ്റെ റബ്ബ് അവനിൽ തന്നെയുള്ളത്, അവൻ തന്നെ നിയന്ത്രിക്കേണ്ടത്. അതിനൊന്നും വേറെ ഉസ്താദന്മാരടുത്തോ ഷെയ്ഖുമാരടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു സഹായത്തിനൊന്ന് പോയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെയുള്ളൊരു പോക്ക് മാത്രം പോകേണ്ട ആവശ്യമുള്ളൂ. വേറൊരാളെ സഹായം നേടുന്നു. നമ്മൾ നിരാശ്രയരായിട്ട് ജീവിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം. അള്ളാഹു നിരാശ്രയനാണ്, അതുപോലെ അള്ളാഹു അഹദാണ്. അതേപോലെ നമ്മളും അങ്ങനെ ആകണം. അള്ളാഹു പരിശുദ്ധാത്മാവാണ്, അതേപോലെ നമ്മളും അതാകണം. അതിനാണ് റസൂലുള്ളാഹിനെ പോലുള്ള അമ്പിയാക്കളെയും ഔലിയാക്കളെയും റസൂൽമാരെയൊക്കെ അയച്ചിട്ട് നമ്മളെ കൽബിനെ സ്ഫുടം ചെയ്യാനും നമ്മളെ കൽബിനെ നന്നാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ അള്ളാഹുവിൻ്റെ അടിമകളായി മാറാൻ വേണ്ടി. അടിമകളാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വഭാവം നമ്മളിൽ വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഈ കിതാബും ഇത്രയും ആളുകൾ. ഒന്ന് ഭൂമിയിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ്. പല വിവിധോദ്ദേശ പദ്ധതികളാണ് ഇതിലൊക്കെ ഉള്ളത്. ഇതിനൊക്കെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. വെറുതെ ഇങ്ങനെ വായിട്ടടിക്കല്ലതൊന്നും. ഇതിനൊക്കെ കാര്യകാരണങ്ങളുണ്ട്, നിദാനങ്ങളുണ്ട്, അഡ്രസ്സുകളുണ്ട്, ഈ പറയുന്നതിനൊക്കെ വിശദാംശങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. സംഗതികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണത്. അപ്പോൾ അതിനാണ് അത് പറയുന്നത്. അപ്പോൾ ഖുൽ നബിയെ തങ്ങൾ പറയാം. അപ്പോൾ അള്ളാഹു ആയത്തുൽ കുർസിയിൽ പറയുന്നുണ്ട്, അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ അതെങ്ങനെ നമ്മൾ റൂഹിലാകാൻ കഴിയുക? ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ മരിക്കണില്ല. പിന്നെ ആ റൂഹ് സാധാരണഗതിയിൽ നമ്മൾ തൗഹീദി അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ റൂഹ് ചത്തു. നമ്മളെ റൂഹ് എങ്ങനെ ശരിക്കും റൂഹ് ചാകണില്ല. ശരിക്കും റൂഹ് ഹയ്യാണ്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹൊക്കെ ഇവിടെ ഹയ്യാണ്. ഞാൻ കണ്ടതാണത്.
ഞാൻ മാത്രമൊന്നല്ല, ഇവിടെ പലരും സ്വപ്നത്തിൽ കാണുന്നുണ്ട് അത് റൂഹിനതിന് കഴിയും, റസൂലുള്ളാഹിൻ്റെ റൂഹിനതിന് കഴിയും, മറ്റേ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കാനൊക്കെ അതിന് കഴിയും. നമ്മളെ റൂഹിലുണ്ട്, പുറത്തു കൂടി റൂഹായിട്ട്. ഇപ്പോൾ ഇബ്ലീസ് നടക്കണ മാതിരി ഇബ്ലീസ് റൂഹാണ്. അസാസീൽ എന്ന് പറഞ്ഞ ഇബ്ലീസ് നടക്കണ മാതിരി ഇബ്ലീസിന് പിന്നെ അവസാനം വരെ അവന് ശിക്ഷാവിധികൾ ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ ശിക്ഷാവിധികൾ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ മഹാന്മാരുടെ ലോകത്ത് വരണം. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിവിടെ സംസാരിക്കണില്ല. അപ്പോൾ അതാണ് അവൻ്റെ ശിക്ഷാവിധികളൊക്കെ അവിടുന്ന് തീരുമാനം പറയും. മഹാന്മാരൊക്കെ ഒരുപാട് ഇറങ്ങാറാക്കിയാണ് അദ്ദേഹം, ആര് അസാസീൽ പറഞ്ഞ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷാവിധികളൊക്കെ തീരുമാനം പറയും. അതിന് 756 പ്രകാശപൂരിതമായ റൂഹുകളുണ്ട്, 313 മഹാന്മാരുണ്ട്, 713 റൂഹുകളുണ്ട്. അവരൊക്കെ പാടെ കൂടിയിട്ട് ഇതിൻ്റെ തീരുമാനങ്ങൾ അവിടുന്ന് അള്ളാഹുമായിട്ട് അവിടുന്ന് വാദിൽ അഫിയയിൽ നിന്ന് അള്ളാഹുവിൻ്റെ തിരുവചീനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു വിഷയം ഉന്നയിക്കും. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്കുള്ള ശിക്ഷാവിധികൾ തീരുമാനിക്കും. അതൊക്കെ മഹാന്മാരുടെ ലോകത്തുള്ള വിഷയങ്ങളാണ്. അതൊന്നും നമ്മളിവിടെ സാധാരണക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹിക്കൂല, ആളുകൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിക്ർ ചെയ്തിട്ട് അത് കൽബിലാക്കി സൂക്ഷിച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് ഒരുപാട് 40 വർഷം സുബഹി മുടങ്ങാതെ നിസ്കരിച്ച ആളുകൾക്ക് ഈ സംഗതികളൊക്കെ കിട്ടുള്ളൂ, അത് മനസ്സിലായി കിട്ടുള്ളൂ. നമ്മളെ ബുദ്ധിയിൽ കയറി കളിക്കുന്നത് നമ്മളല്ല, റൂഹാണ്. അസാസിയിൽ എന്ന് പറഞ്ഞ റൂഹാണ്. അദ്ദേഹത്തിന് നമ്മളെ സുഷിരങ്ങളിലൂടെ കയറിയിട്ട് നമ്മളെ സംശയിപ്പിക്കാനും പലതും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കൊടുത്തതന്നെയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം പേച്ചത്. ആദ്യം അള്ളാഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതിൽ ആദമിന് സുജൂദ് ചെയ്യുക എന്നുള്ളൊരു പരീക്ഷണം ഇട്ടു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം നിരുപാധികം പരാജയപ്പെട്ടു. അതോടുകൂടി ആട്ടി ഒളിപ്പിക്കപ്പെട്ടു, ഇറങ്ങിപ്പോകാറുന്നു, ആട്ടിവിട്ടു. അങ്ങനെ റഹീമായ റബ്ബ് കോപിച്ചു. അങ്ങനെ റഹീമായ റബ്ബ് കോപിച്ചപ്പോൾ പിന്നെ 7 തട്ട് നരകത്തിനെ സൃഷ്ടിക്കപ്പെട്ടു അവനോടുള്ള ദേഷ്യം കാരണം. അതാണ് അവിടെ ആന്തരികമായിട്ട് പറയുന്നത്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ ഉറുദു കിതാബുകൾ പോലുള്ള കിതാബുകൾ, അതൊക്കെ ഇറാഖിലൊക്കെ പോയിട്ട് നമ്മൾ ശേഖരിക്കേണ്ട വിവരങ്ങളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് ഭൂമിക്ക് മുകളിൽ, ആ ഇൽമുകളൊക്കെ അറിയണേ. പക്ഷേ അതൊക്കെ നാഫിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൻ്റെ സഹവാസം വേണം. ഒരു ഉസ്താദിൻ്റെ ശിക്ഷണത്തിലായിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ സഹവാസത്തിലായിട്ട് ജീവിക്കണം. എന്നിട്ട് അവരുമായിട്ട് ഫനായിലെത്തണം. ഫനായിലെത്തിയിട്ട് അത് ബക്കായിലേക്ക് എത്തണം. അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ ഇദ്ദേഹം ബാക്കിയാകണം. അങ്ങനെ ബാക്കിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സംഗതി. അങ്ങനത്തെ ആളുകൾ കാബ കൗസൈനി ഔ അദിന എന്നുള്ള മക്കാമിനെ തരണം ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മഹാന്മാരുടെ കൂട്ടത്തിലാകാൻ കഴിയും. അയാൾ ഹയ്യാണ്. അല്ലാത്ത റൂഹുകളൊക്കെ ചത്തുപോകും, മരിച്ചു പോകും. ശരീരം പോകുന്നത് പോലെ തന്നെ ഡിഫ്യൂസായി പോകും. അദ്ദേഹത്തിൻ്റെ റൂഹിനെ ഹയ്യല്ല. അതാണ് യാ ഹയ്യു യാ കയ്യൂം, യാ ഹയ്യു യാ കയ്യൂം എന്നുള്ള ദിക്റുകൾ മുറുകെ പിടിച്ചോളിയും. ജീവിതം ആ യാ ഹയ്യു യാ കയ്യൂമിലാക്കിക്കോളിയും. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് തിരികെക്കോളിയും എന്ന് പറയുന്നത്. അല്ല, യാ ഹയ്യു യാ കയ്യൂം, യാ ഹയ്യു യാ കയ്യൂം എന്നുള്ള ദിക്റിൽ എന്ത് ചെയ്യണം? പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് നാഥൻ. ആ ഒരു സിഫത്ത് നമ്മൾ എല്ലാ സമയത്തും ചൊല്ലിയിട്ട് നമ്മളെ റൂഹ് അത് കബൂൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റൂഹ് എന്നെന്നും ജീവിച്ചിരിക്കുന്നു. ഹിസാബൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ നിത്യവാസികളാണ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ആ ജീവിതമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കണത്. അല്ലാതെ എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. എനിക്കെൻ്റെ ജീവി നഷ്ടപ്പെടും. ജീവി നഷ്ടപ്പെടുന്ന ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ഒരുപാട് ജീവി കയറ്റിയിട്ട് വേണം അത് പറയാൻ. നമ്മൾ അറിഞ്ഞ ഇൽമുകൾ പുറത്തേക്ക് പറയണം, മൂടി വെക്കാൻ പാടില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തിനാണ് നമ്മൾ മൂടി വെക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മുതലേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ തീർന്നു, കെട്ടിപ്പൂട്ടി എല്ലാം കഴിഞ്ഞു. ഞാനത് പറഞ്ഞു, ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പിൽ വരാം ആ വിശദ വിവരങ്ങൾ. അതിന് എനിക്ക് പ്രത്യേക സൗകര്യങ്ങൾ വേണം. അത് ഞാൻ ഇച്ചിരി പൈസ ഒക്കെ മുടക്കിയിട്ട് ഒരു ചെറിയൊരു നല്ലൊരു അടിപൊളി വീഡിയോ ക്ലിപ്പായിട്ട് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അസ്സലാമു അലൈക്കും.